ഭരണനിർവഹണ മേഖലയിൽ പ്രധാനപ്പെട്ട സേവനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അത് വലിയ മാറ്റങ്ങളല്ല, വിപ്ലവകരമായ മാറ്റങ്ങളല്ല, എന്നാൽ കൂടിയും ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ആളുകൾക്ക് ഒരു പുതുമ ഫീൽ ചെയ്യാൻ ചില മാറ്റങ്ങളൊക്കെ ചില മേഖലകളുണ്ട്. അതൊന്നും നമ്മൾ വിശദമായി പറയുകയാണ്. പുതുവർഷം പുതുമാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. തപാൽ മേഖലയിലാണ് കാര്യമായ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്. തപാലിന് പഴയ തപാലല്ല, രാജ്യാന്തര തപാൽ സേവനം മെച്ചപ്പെടുത്താനായി പഴയ ചില സേവനങ്ങൾ നിർത്തലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ സേവനങ്ങളാണ് നിർത്തലാക്കുന്നത് എന്നതായിരിക്കും ചോദ്യം. അതിനുള്ള ഉത്തരവാണിത്. അവസാനിപ്പിക്കുന്നത് ട്രാക്കിംഗ് സൗകര്യമില്ലാത്തതും വേഗം തീർത്തും കുറഞ്ഞതുമായ സേവനങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ വേഗം തീർത്തും കുറഞ്ഞതായ ചില തപാൽ സേവനങ്ങളുണ്ട്, ട്രാക്കിംഗ് സൗകര്യമില്ലാത്ത സേവനങ്ങൾ. അതൊക്കെ നിർത്തലാക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും പരിഷ്കരണവും. പിന്നീട് നിർത്തലാക്കുന്ന സേവനങ്ങൾ രജിസ്റ്റേർഡ് സ്മോൾ പാക്കറ്റ് സർവീസ്, ഔട്ട്വേർഡ് സ്മോൾ പാക്കറ്റ് സർവീസ്, സർഫസ് ലെറ്റർ മെയിൽ സർവീസ്, സർഫസ് എയർ ലിഫ്റ്റഡ് ലെറ്റർ മെയിൽ സർവീസ് തുടങ്ങി ഇതുവരെ നിലനിന്നിരുന്ന നമ്മുടെ തപാൽ സംവിധാനങ്ങളിൽ സാമ്പ്രദായികമായി നിലനിന്നിരുന്ന മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി നമ്മുടെ തപാൽ മേഖലയിൽ നിലനിന്നിരുന്ന ചില സേവനങ്ങളൊക്കെ നിർത്തലാക്കുകയാണ്. ഈ മേഖലയിലൊക്കെ പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളതുകൊണ്ട് പഴയ ഔട്ട്ഡേറ്റഡ് ആയ പല സംവിധാനങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ്. അതിലൊക്കെ അപ്ഡേഷൻ വരുന്നു എന്നുള്ളതാണ്. ശരി, ഇനി മധ്യ മേഖലയിലാണ് പ്രത്യേകിച്ചും വെള്ളമടിക്കാര്യത്തിൽ കാര്യമായ ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വെള്ളമടി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുന്നു എന്നതാണ്. കുപ്പിക്ക് 20 എങ്ങനെയാണ് ഈ കുപ്പിക്ക് 20 എന്ന പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതായിരിക്കും ചോദ്യം. സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും ഇന്ന് മുതൽ പ്ലാസ്റ്റിക് കുപ്പി ഡെപ്പോസിറ്റ് സ്കീം. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം മേടിച്ചാൽ ഒരു 20 രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ 20 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് ഇനിയുള്ള ഉത്തരം. പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യമാകുമ്പോൾ 20 രൂപ നിങ്ങളോട് ഡെപ്പോസിറ്റായി മേടിക്കുന്നു. കാലിക്കുപ്പി സംസ്ഥാനത്ത് ഏത് മദ്യക്കടയിൽ തിരിച്ചേൽപ്പിച്ചാലും 20 രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം മേടിച്ചു കഴിഞ്ഞാൽ ആ മദ്യം ഉപയോഗിച്ചതിന് ശേഷം, മദ്യം കഴിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദ്രോഹം ബുദ്ധിമുട്ടും ചെറുതല്ല. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. അങ്ങനെയാണ് ഒരു 20 രൂപ ഡെപ്പോസിറ്റായി നിങ്ങളിൽ നിന്ന് മേടിച്ചു വെക്കുന്നു. ആ 20 രൂപ നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് കുപ്പി ഏത് സംസ്ഥാനത്തെ എവിടെ മദ്യക്കടയിൽ തിരിച്ചേൽപ്പിച്ചാലും നിങ്ങൾക്ക് 20 രൂപ തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്കീമുമായി പരമാവധി സഹകരിക്കുക. ശരി, ഇനി ട്രെയിൻ സമയത്തിലാണ് കാര്യമായ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഇത് ഈ പുതുവർഷ ദിനത്തിൽ മാത്രമുള്ള മാറ്റമല്ല, ട്രെയിൻ സമയത്തിൽ ഇനി തുടർച്ചയായി ഉണ്ടാകുന്ന മാറ്റമാണ്. റെയിൽവേയുടെ പുതിയ സമയക്രമം നിലവിൽ വന്നിരിക്കുന്നു. ഏതൊക്കെ സർവീസിലാണ് സമയമാറ്റം എന്നതായിരിക്കും ചോദ്യം. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് വൈകിട്ട് 4:55 ഇതുവരെ ഓടിക്കൊണ്ടിരുന്നത്. പകരം 5:05 ഇനി എറണാകുളത്ത് എത്തുക. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയാണ് യാത്രക്കാർക്ക്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ഇതുവരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരുന്നത് വൈകുന്നേരം 4:55 ഒരു 10 മിനിറ്റ് കൂടി നീളും. 5:05 എത്തുക. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് 30 മിനിറ്റ് നേരത്തെ എത്തും. മറ്റേത് 10 മിനിറ്റ് വൈകിയായിരുന്നു എത്തുകയെങ്കിൽ ശബരി എക്സ്പ്രസിന് 30 അരമണിക്കൂർ നേരത്തെ എത്തും. രാവിലെ 10:45 എറണാകുളം ടൗണിലെത്തിയിരുന്ന ശബരി എക്സ്പ്രസ് ഇനി 9:45 നേരത്തെ എത്തും എന്നുള്ളതാണ്. 10:15 നേരത്തെ എത്തുമെന്നുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ മാറ്റമില്ല എന്നുള്ളതും കൂടി അറിയിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ട്രെയിൻ സർവീസിലുള്ള മാറ്റം, ചെങ്കോട്ട വഴിയുള്ള കൊല്ലം ചെന്നൈ എക്സ്പ്രസ് 1.5 മണിക്കൂർ നേരത്തെ എത്തും. രാവിലെ 6:05 ചെന്നൈ താമ്പരത്തെത്തും. അതും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇനി ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 20 മിനിറ്റ് നേരത്തെ എറണാകുളം ടൗണിലെത്തും. 4:30 എറണാകുളം ടൗണിലുണ്ടാകും. തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്തിൽ മാറ്റമില്ല എന്നതുകൂടി ശ്രദ്ധിക്കുക. ഇനി വൈഷ്ണോദേവി കട്ര കന്യാകുമാരി ഹിമസാഗർ എക്സ്പ്രസ് രാത്രി 8:25 ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഇനി 7:25 ഇച്ചിരി കൂടി നേരത്തെ അതെത്തും. 1 മണിക്കൂർ നേരത്തെ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതും ട്രെയിൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മറ്റു സ്റ്റേഷനുകളുടെ സമയത്തിലും ഇതനുസരിച്ചുള്ള മാറ്റം വരും എന്നതുകൂടി കാണണം. മറ്റൊന്ന്, ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിന്റെ സമയമാറ്റമാണ്. പുറപ്പെടുന്നത് വൈകും എന്നതാണ് അപ്ഡേറ്റ്. രാവിലെ 10:20 പകരം 10:40 ചെന്നൈ എഗ്മോറിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുക.
അപ്പോൾ ഇത്രയുമാണ് ട്രെയിൻ മേഖല, ട്രെയിൻ യാത്രാ സമയത്തിലുള്ള കാതലായ മാറ്റങ്ങൾ. പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് വെച്ചാൽ യാത്രക്കാർ നിരന്തരം ആശ്രയിക്കുന്ന ട്രെയിൻ സർവീസിലുള്ള മാറ്റങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് ഇനി ഈ വർഷം ഇത് അങ്ങനെ തന്നെ തുടരും എന്നതാണ് അറിയിപ്പ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായി എടുക്കുക. മറ്റൊന്ന്, നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ നമ്മൾ മദ്യ ഉപഭോഗ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട പരിഷ്കരണം കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാതലായി 2026 തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്.